തടവിൽ കഴിയുന്ന രൂപേഷിന്റെ നിരാഹാരം 12 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ ഇടപെടാത്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. രൂപേഷിന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള UAPA അടക്കമുള്ള കുറ്റങ്ങൾ പിൻവലിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും ആമി ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾക്കും ഇവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു തെറ്റുമില്ലാണ്ട് പോലും ആളുകൾക്കും ജാമ്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് രൂപേഷിന് ഇതുവരെ ജാമ്യം കൊടുക്കുന്നില്ല എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ആളുകൾ മുന്നോട്ട് വരെയും ഇതിനെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ ആവശ്യമാണ്. അച്ഛനും അമ്മയും മാവോയിസ്റ്റ് ആശയങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ കടുത്ത പീഡനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറുപ്പം മുതലേ നേരിടേണ്ടി വന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അച്ഛനും അമ്മയുമാണ് ശരിയെന്ന നിലപാട് ഉറപ്പിക്കുന്നതിനും ഈ പീഡനങ്ങൾ കാരണമായെന്ന് ആമി പറഞ്ഞു. രൂപേഷിന്റെ മക്കൾ മാവോയിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്ന രമേശ് ചെന്നിത്തലയുടെ കത്തിനോട് പ്രതികരിക്കുകയായിരുന്നു ആമി. എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഞാൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തക ഇവിടെ സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാതാപിതാക്കളുടെ പാത പിന്തുടരണം തന്നെയാണ്. നമ്മളിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയമൊന്നും നല്ല ഒരു കരിയറിസ്റ്റ് ലൈഫ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അദ്ദേഹം ചെയ്യുന്നതിൽ ശരിയില്ല, ഇത് മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ട ഒന്നല്ല എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മനുഷ്യാവകാശ പ്രവർത്തകർ രൂപേഷിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരുമെന്നും ആമി പറഞ്ഞു. മീഡിയ 1 തൃശൂർ.